ഞങ്ങളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗ്രാമഫോണിൽ വരുന്ന സൗണ്ട് ബോക്സിനെ പറ്റിയാണ്. സൗണ്ട് ബോക്സിൻ്റെ അതിൻ്റെ ഡയഫ്രം, അതിൻ്റെ നീഡൽ, അതിൻ്റെ ഹാൻഡിൽ പിന്നെ അതിൻ്റെ ഫ്രെയിം ആണ് കാണിക്കുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് പറയാനുള്ളത് നമ്മൾക്ക് ശബ്ദം വരുന്നത് സ്പീക്കറിൻ്റെ കാര്യമാണ്. ഈ സ്പീക്കർ ഇതൊരു സാധാ സ്പീക്കറാണ്, ടേപ്പ് റെക്കോർഡർ, റേഡിയോയിലൊക്കെ വരുന്നത്. ഇതിന് ശബ്ദം കൊടുക്കുന്നത് ഈ വോയിസ് കോയിൽ എന്ന് പറഞ്ഞ ഈ സാധനം, ഈ വോയിസ് കോയിൽ. പിന്നെ അതിൻ്റെ ശബ്ദം ഉച്ചത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺ പേപ്പർ. ഇതിന് പേര് കോൺ പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ പേര് കോൺ പേപ്പറാണ്. ഈ കോൺ പേപ്പറിൻ്റെ താഴെ ഭാഗത്താണ് ഈ വരുന്നത് പിന്നെ സ്പൈഡർ എന്ന് പറഞ്ഞാൽ ചെലന്തി വലൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സ്പൈഡറിൻ്റെ താഴെയാണ് ഇതിന് ശബ്ദം തരംഗം വരുന്നത്. വോയിസ് കോയിൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ് വോയിസ് കോയിൽ. ഈ വോയിസ് കോയിലിൽ വരുന്ന ശബ്ദതരംഗത്തിൻ്റെ ആക്ഷൻ കൊടുക്കാനാണ്, അതായത് ശബ്ദവ്യത്യാസം വരുന്നതനുസരിച്ച് ഇത് ആക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൈഡർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഗ്രാമഫോണിൻ്റെ സൗണ്ട് ബോക്സിനെ പറ്റി പറയാം. സൗണ്ട് ബോക്സ് ഇതാ കണ്ടില്ലേ. ഈ സൗണ്ട് ബോക്സിന് ഇതിപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്ക്രൂ അയച്ചു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ശബ്ദം വരുന്നത് ഈ ഒരു ചെറിയ കനം കുറഞ്ഞ തകിടിലാണ് വരുന്നത്. ഇതിന് കണക്കാക്കിയിട്ടായിരുന്നു, ഇതിൻ്റെ ഈ ലേപനത്തിന് കണക്കാക്കിയിട്ടായിരുന്നു അന്ന് ഒരു ഗ്രാമഫോൺ റെക്കോർഡ് ഇറക്കിയിട്ടുള്ളത്. ആ ശബ്ദം നിയന്ത്രിച്ചായിരുന്നു അന്ന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഇതിലും ഈ ഗ്രാമഫോണിൽ റെക്കോർഡ് വരുന്ന ഗോൾഡൻ ലിപിയിൽ എഴുതിയ റെക്കോർഡായിരുന്നു ഈ സൗണ്ട് ബോക്സിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടുണ്ടാക്കില്ല. അത് മാക്സിമം ഒരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ പിന്നെ രണ്ടാമത് അവരിറക്കിയ സിൽവർ ലിപിയിലാണ് ഇറങ്ങിയത്. സിൽവർ ലിപിയിൽ ഇറങ്ങിയപ്പോൾ ശബ്ദം ഇതിൻ്റെ 2 ഇരട്ടി ശബ്ദം വർദ്ധിച്ച കാരണത്താൽ ഈ ഡയഫ്രത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ശബ്ദം വന്ന കാരണത്താൽ അത്ര റെക്കോർഡുകൾ ഗ്രാമഫോണിൽ പാടിക്കുമ്പോൾ ചിലപ്പായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിന് ആ ഇത്രയും വലിയൊരു ശബ്ദം നിയന്ത്രിക്കാൻ ഈ തകിടിന് കഴിയില്ല. ഇപ്പോൾ ഈ തകിട് ഫിറ്റ് ചെയ്യുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഇത് എടുത്തിട്ട് ഇതിന് മുകളിലൊരു കടലാസിൻ്റെ കനം കുറഞ്ഞൊരു ഒരു ചട്ടപ്പെട്ടിയുടെ ഇതേമാതിരിയുള്ളൊരു കഷ്ണം റൗണ്ടാക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കുക. ഇത് വെക്കുന്ന ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ HMIൻ്റെ വരുന്നത് ഇവിടെ ഒരു മുകളിലൊരു ടോപ്പ് വേറുണ്ട്. ആ ടോപ്പുമ്മ സോൾവ് ചെയ്തിട്ടാണ്. പക്ഷേ ആ ടോപ്പൊന്നും ഇപ്പോൾ വാങ്ങാനും കഴിയില്ല. രണ്ടാമത് കേട് വന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമതിൽ ഫിറ്റ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഒരു റിബിറ്റ് അടിച്ചുകൊണ്ട് മുകളിൽ കിട്ടൊക്കെയാണ്. അത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ റിങ് വേറെ വരണം. അത് നമ്മൾ ചട്ടക്കഷ്ണം കൊണ്ട് ഏതെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരു വട്ടത്തിലൊരു റിങ് കുറച്ച് കനത്തിൽ. എന്നിട്ട് പിന്നെ ഇത് ഒട്ടിക്കാൻ പാടില്ല. ഈ മുകളിൽ വെക്കുന്ന റിങ്ങും ഇത് ഒട്ടിക്കാത്ത രീതിയിൽ ഇങ്ങനെയാണ് കറക്റ്റ് വെച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വരുന്ന സമയത്ത് വിടവ് കുറച്ച് പൊന്തി നിൽക്കുന്നത്. പിന്നെ നമ്മൾ സ്ക്രൂ കൊണ്ട് ഇങ്ങനെ താത്തി സ്ക്രൂ ചെയ്യുമ്പോഴാണ് അത് ഇറങ്ങി കറക്റ്റ് വരുന്നത്. സൗണ്ട് ബോക്സിന് ഇത്രേ പണിയുള്ളൂ. സൗണ്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ നിസ്സാര പരിപാടിയാണ്. അതേ സമയത്ത് സ്പീക്കർ അങ്ങനെയല്ലല്ലോ. സ്പീക്കറിന് വോയിസ് കോയിൽ, സ്പൈഡർ, കോൺ പേപ്പർ എല്ലാം വേണം. അതൊന്നും അടുത്ത ഒരൊറ്റ കടലാസുമേലാണ് ഇപ്പോൾ ഇതിൻ്റെ ശബ്ദം. ശബ്ദം വരുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമഫോൺ പെട്ടി നല്ല ഭംഗിയിലുണ്ടാക്കി വലിയ പെട്ടിയാക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് ഉണ്ടാക്കിയൊന്നും കാര്യമില്ല. പിന്നെ ഈ ഗ്രാമഫോണിൻ്റെ പെട്ടിയുടെ മഹിമ നോക്കിയിട്ട് കാര്യമില്ല. പെട്ടി ചിലപ്പോൾ നല്ല വലിയ പെട്ടി, നല്ല കളർ കൊടുത്തുള്ള പെയിൻറ്റിങ്ങുള്ള പെട്ടി, നല്ല നീറ്റായിട്ടുള്ള പെട്ടി, അതല്ല പ്രധാനം എന്ന് പറഞ്ഞത് ഈ സൗണ്ട് ബോക്സാണ്. ഏത് പെട്ടിയായാലും ശബ്ദം കിട്ടുക. അത് ശബ്ദം കിട്ടാത്ത പെട്ടിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടിൻ്റെ കുഴപ്പമല്ല, ഈ സൗണ്ട് ബോക്സിൻ്റെ കുഴപ്പമാണ്. ഈ സൗണ്ട് ബോക്സിൻ്റെ ഈ തകിട് ഒന്നുകിൽ തകിട് കീറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ജോയിൻറ്റിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. അതല്ലാതെ പെട്ടിൻ്റെ പവർ കൊണ്ട് ശബ്ദം കിട്ടൂല. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഉള്ളിക്കൊരു ഒരു കാളം മാതിരി വരുന്നുണ്ട്. ആ കാളം ഇതിന് ശബ്ദം കൊടുക്കുന്ന ആ ഉള്ളിൽ വരുന്ന കാളാണ്. ഇതിൽ നിന്ന് കുറഞ്ഞ ശബ്ദമേ വരുള്ളൂ. ഇപ്പോൾ
ഇത്രയും വ്യാസമായിട്ടുള്ള ഒരു സൗണ്ട് ബോക്സിന് അവർ കൊടുത്തിട്ടുള്ള ഇത്രയും ചെറിയ ഒരു ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് കണ്ടി ഈ ചെറിയ ഹോളിൽ കൂടി വരുമ്പോൾ ഓവർ തള്ളിച്ച വരും ശബ്ദത്തിന്. അതാണ് ഇത്ര ചെറിയ ഹോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ സൗണ്ട് ബോക്സിൽ വെച്ച് ഇത് നമ്മൾ വെച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് ഇതിന്മേൽ സോൾഡർ ചെയ്ത് നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി റിവിറ്റ് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇത് റിവിറ്റ് ചെയ്ത് കൊണ്ട് വരുന്നില്ല. റിവിറ്റ് സ്വന്തം അത് നല്ല സാമർഥ്യമുള്ള ആൾക്കാരതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നല്ല സാമർഥ്യം ക്ഷമയും വേണം, അങ്ങനത്തെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ അത് പേപ്പറിൽ ഇത് സോൾഡിങ് ചെയ്തു. ഇതാ വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ റിങ് വേറെ ഇടണം. ഇതിൻ്റെ മുകളിൽ ഒരു റിങ്, പക്ഷേ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ റിങ് കാണിച്ചു തരുന്നത്. ഇത് ഇങ്ങനെയല്ല, അത് റൗണ്ടായിട്ട് വെട്ടിയിട്ട് മുറിയാത്ത രീതിയിൽ റൗണ്ടായിട്ട് വെട്ടിയെടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട്, പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് ഇത് വലിയ കനം ഉണ്ടാകാൻ പാടില്ല. വലിയ കനം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ വരുന്ന സമയത്ത് ഇത് പൊന്തി നിൽക്കുന്ന സമയത്ത് അത്രയും നീളത്തിൽ സ്കൂർ മുറുക്കി, വലിയ സ്കൂർ ഭയങ്കര ടൈറ്റിൽ മുറുക്കുമ്പോൾ സ്കൂറിൻ്റെ അതിൻ്റെ ഹാൻഡ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂർ പിന്നെ കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കനം കുറഞ്ഞ ഒരു ഇത്ര കണ്ടുള്ള വിടവേ അത് ഇത് വെച്ചിട്ട് അത് പുറത്തേക്ക് കാണാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതങ്ങനെ വെച്ചു. ഇതിപ്പോൾ ഞാൻ വെച്ച തൽക്കാലം ഇത് മുറിഞ്ഞതല്ല, ഒറ്റ റിങ്ങായിട്ട് തന്നെ വെക്കണത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് കറക്റ്റിൽ നിൽക്കണമെങ്കിൽ അത് പിന്നെ അത് സ്ക്രൂ ചെയ്യുമ്പോൾ നിൽക്കുള്ളൂ, അല്ലാതെ കറക്റ്റിൽ നിൽക്കില്ല. ഇപ്പോൾ ഇങ്ങനെയും ഞാൻ പാടിച്ച് കാണിച്ചു തരതാ. ഇത് കണ്ടില്ലേ, ഇതാ. അപ്പോൾ ഇതിപ്പോൾ സൗണ്ട് ബോക്സിലെ ഈ ആമൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ പിടിച്ചിട്ടാണ് വെക്കുന്നത്. കണ്ടില്ലേ,